ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചന ധ്യാനം ക്ലാസ് 37. ഉത്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 24-25 തിരുവചനങ്ങൾ. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ദേഹമായി തീരും. പുരുഷനും അവൻ്റെ ഭാര്യയും നഗ്നരായിരുന്നു, എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. ഇതാരോടാണ് പറയുന്നത്? ദൈവം ആദാമിനോട്. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. ആദ്യ മനുഷ്യനായ ആദാമിനോടാണ് ദൈവം ഇത് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും, ആരാണ് ഈ ആദ്യ മനുഷ്യനായ ആദാമിൻ്റെ മാതാപിതാക്കൾ? പുരുഷൻ മാതാപിതാക്കൾ വിട്ട് ഭാര്യയോട് ചേരുമെന്നല്ലേ ഇത് പറയുന്നത്? ആദ്യ മനുഷ്യനായ ആദാമിനോട്. അപ്പോൾ ആരാണ് ആദാമിൻ്റെ മാതാപിതാക്കൾ? ദൈവത്തെ അല്ല ഉദ്ദേശിക്കുന്നത്? അല്ല. പിന്നെ ആരാണ് ഈ ആദ്യ മനുഷ്യനായ ആദാമിൻ്റെ മാതാപിതാക്കൾ? ഇവിടെ ആദം എന്ന വാക്കിന് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ആദം എന്ന വാക്കിൻ്റെ വിവിധ അർത്ഥങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആദാം എന്ന വാക്കിന് മനുഷ്യൻ അല്ലേ, ആദ്യത്തെ പുരുഷൻ എന്ന് മാത്രമല്ല അർത്ഥം. ആദാം എന്ന മനുഷ്യൻ, ആദം എന്ന വാക്കിന് ആദ്യത്തെ പുരുഷൻ അല്ലെങ്കിൽ ആദ്യത്തെ വ്യക്തി എന്ന് മാത്രമല്ല അർത്ഥം. മനുഷ്യ വംശത്തെ മുഴുവനുമാണ് പ്രതിദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിവിടെ ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ആരാണ് എന്ന ചോദ്യം ബൈബിളിൻ്റെ വീക്ഷണത്തിൽ പ്രസക്തമല്ല. ഈ ഉൽപ്പത്തി പുസ്തകം 4:25 5:4 ഉൽപ്പത്തി 5:4 നാം ഇങ്ങനെ വായിക്കുന്നു, ആദാമിന് വേറെയും പുത്രന്മാരും പുത്രികളും ഉണ്ടായി. അതായത് കായേനും ഹാബേലും സേത്തും മാത്രമല്ല, മറ്റനേകം പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. അതുകൊണ്ട് കായൻ കല്യാണം കഴിച്ചത് ആരെയാണെന്ന ചോദ്യം അവിടെ വലിയ പ്രസക്തമേ അല്ല. അതിനേക്കാളേറെ ആദാം എന്ന വാക്കിന് ഒരു വ്യക്തി എന്നും അർത്ഥമുണ്ട്, മനുഷ്യവംശം, മനുഷ്യവർഗം എന്ന അർത്ഥമുണ്ട്. മനുഷ്യവംശം ഒരു വ്യക്തിയിൽ നിന്ന് ആരംഭിച്ചുവെന്നോ, മോണോജെനിസം എന്ന് പറയും ഇംഗ്ലീഷിൽ, ഒരു വ്യക്തിയിൽ നിന്ന് ആരംഭിച്ചുവെന്നോ, ഒരു കൂട്ടം മനുഷ്യരിൽ നിന്ന്, ഒരു സമുദായത്തിൽ നിന്ന് ആരംഭിച്ചുവെന്നോ സൂചനയാകാം. പോളിജെനിസം. ഇങ്ങനെ രണ്ട് സൂചനകളാകാം. ഈ കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കുമെന്ന് കായൻ പറയുന്നുണ്ട് 4-ാമത്തെ അധ്യായത്തിൽ. കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. ഉൽപ്പത്തി 5:4 നമ്മൾ വായിക്കുന്നത് ആദാമിന് വേറെ മക്കളുണ്ടായെന്ന്. ഈ 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ആദാം, ഹവ്വ, കായൻ, ഹാബേൽ കൊല്ലപ്പെട്ടു. കായൻ പറയുക, കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. ആരപ്പനെ കാണുന്നവരുള്ളവർ ആദാമും ഹവ്വയും. കായൻ്റെ അപ്പനമ്മയും കായനെ കൊല്ലുമെന്നാണോ? അല്ല, ഒരു സമുദായം ഉണ്ടായിരുന്നു എന്ന് സൂചനയാണ്. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ടും ഭാര്യയോട് ചേരുമെന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് വിവാഹത്തിൻ്റെ പൊതുവായൊരു അവസ്ഥയാണ്. വിവാഹത്തിൽ സംഭവിക്കുന്ന എന്ത് എന്ന അവസ്ഥയാണ്. അല്ലാതെ ആദ്യ മനുഷ്യനായ ആദാമിൻ്റെ മാതാപിതാക്കൾ ആരാണെന്ന ചോദ്യമല്ല, മറിച്ച് വിവാഹത്തിൽ സംഭവിക്കുന്ന ഒരു പൊതു തത്വം അവതരിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ആ പൊതു തത്വം? അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് വളരെ ശക്തമായ വാക്കുകളാണ്. അതായത് പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ലീവ, ഭാര്യയോട് ക്ലീവ്, ഒട്ടിച്ചേരുമെന്നാണ്. അതായത് മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ഒട്ടിച്ചേരും. The man leaves his parents and cleaves to his wife. ഉടമ്പടി ബന്ധത്തിൽ ഒരു കക്ഷിക്ക് മറ്റൊരു കക്ഷിക്കുള്ള കൂറും വിശ്വസ്തതയുമാണ് വിടുക, ചേരുക. അതായത് വിട്ട് ഒട്ടിച്ചേരുക. മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ഒട്ടിച്ചേരുക. അപ്പോൾ കൂറും വിശ്വസ്തതയും. ഉടമ്പടി ഒരു കല്യാണം ഒരു ഉടമ്പടിയാണ്. അതിൽ രണ്ട് കക്ഷികളുണ്ട്. ഒരു കക്ഷിക്ക് മറ്റേ കക്ഷിയോടുള്ള കൂറും വിശ്വസ്തതയും. ഇതാണ് ഒന്ന് വിടുക, ഒന്ന് ഒട്ടിച്ചേരുക എന്ന് പറഞ്ഞാൽ അർത്ഥം. അതായത് വരൻ്റെ കുലത്തിൽ ചേർക്കപ്പെടണമെങ്കിൽ വധു തൻ്റെ മാതാപിതാക്കളുടെ ഭവനം ഉപേക്ഷിക്കണമെന്നാണ് യഹൂദ പാരമ്പര്യം. വരൻ്റെ കുലത്തിൽ ചേർക്കപ്പെടണമെങ്കിൽ വധു തൻ്റെ മാതാപിതാക്കളുടെ ആ ഭവനം ഉപേക്ഷിക്കണം. ഇത് യഹൂദ പാരമ്പര്യം. പക്ഷേ ഇവിടെ മറിച്ചാണ് കാണണേ. പുരുഷനാണ് മാതാപിതാക്കൾ ഉപേക്ഷിക്കുന്നത്, മാതാപിതാക്കളുടെ ഭവനം ഉപേക്ഷിക്കുന്നത്. പുരുഷൻ മാതാപിതാക്കളെ വിടുമെന്നല്ലേ സാധാരണ നമ്മൾ എന്താ കാണുക? സ്ത്രീ മാതാപിതാക്കളെ വിട്ട് അവരുടെ മാതാപിതാക്കളുടെ ഭവനം വിട്ട് വരൻ്റെ വീട്ടിലേക്ക് പോകും. ഇതാണ് യഹൂദ രീതിയായിരുന്നേ. പക്ഷെ ഇവിടെ മറിച്ചാണ് പറയണേ. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ഒട്ടിച്ചേരുകയാണ്. ചിലർ പറയുന്നുണ്ട് ആദ്യം മരുമക്കത്തായമാണ് ഉണ്ടായിരുന്നത്, പിന്നീടാണ് മക്കത്തായം വന്നതെന്ന്. അതായത് ഇപ്പോൾ നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലൊക്കെ കാണുന്നത് പോലെ ചെറുക്കൻ പെണ്ണിൻ്റെ വീട്ടിൽ താമസിക്കുക, അച്ചു വീട്ടിൽ പാർക്കുക.
അങ്ങനെ ഒരു സമ്പ്രദായം, മരുമക്കത്തായം ഉണ്ടായിരുന്നെന്ന് പണ്ട് ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ അതായിരിക്കും ചിലപ്പോൾ. പക്ഷെ അതിനേക്കാളേറെ ഇവിടെ ഉദ്ദേശിക്കുന്നത് വിവാഹം ആവശ്യപ്പെടുന്ന ഒരു സാഹസത്തിലേക്കാണ് കൈ ചൂണ്ടുന്നത്. വിവാഹത്തിലൊരു സാഹസമുണ്ട്. ഇപ്പം നമ്മുടെ ഈ TV സീരിയലുകളും പിന്നെ കോമഡി പരിപാടികൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ വിവാഹത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കണേ. ചില ധ്യാനഗുരുക്കന്മാരും വിവാഹത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കണേ. എന്തുകൊണ്ടാണത്? അങ്ങനെ ചിത്രീകരിച്ചിട്ട് ഇപ്പോൾ കല്യാണം കഴിക്കുന്ന ആളില്ലാണ്ടായി. അവർ ചിത്രീകരിക്കുന്നുണ്ട് മാത്രമല്ല, പക്ഷെ അതും സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഈ വിവാഹത്തിൽ മുഴുവൻ പ്രശ്നങ്ങളാണെന്ന് അവതരിപ്പിച്ചപ്പോൾ ഇപ്പോൾ കല്യാണം കഴിക്കുന്ന ആളുകളില്ല. വെറുതെ ലിവിങ് ടുഗദർ, സെക്സ് ആസ്വദിക്കുക, പിള്ളേർ വേണ്ട, ഉത്തരവാദിത്തം വേണ്ട, അതൊക്കെ എന്തിനാണ്? ഇങ്ങനെ ഒരു അവസ്ഥയായി. ഈ വിവാഹത്തിലൊരു സാഹസമുണ്ടെന്നും ആ സാഹസം ഒരു വെല്ലുവിളിയാണ്, ആ വെല്ലുവിളി ഏറ്റെടുക്കണമെന്നും പ്രോത്സാഹിപ്പിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ബൈബിൾ വളരെ ക്ലിയർ ആണ്. ഇതെടുത്തൊരു സാഹസമുണ്ട്. മാതാപിതാക്കളെ വിടുകയും ഭാര്യയോട് ഒട്ടിച്ചേരുകയും ചെയ്യുന്ന ഒരു സാഹസമുണ്ട്. അപ്പോൾ എന്താണ് ഈ സാഹസം? 4-ാം പ്രമാണം പറയുന്നു, മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം, അവരെ സംരക്ഷിക്കണം. 4-ാം പ്രമാണമാണ് കർത്താവ് നൽകിയിരിക്കുന്നത്. എന്നാൽ ആ ഉടമ്പടിയെ അതിശയിക്കുന്ന ഒരു ഉടമ്പടി ബന്ധമാണ് ഭർത്താവും ഭാര്യയും തമ്മിലുള്ളത്. മാതാപിതാക്കളോടുള്ള കടമകളെ അതിശയിക്കുന്ന ഒരു ഉടമ്പടി. മാതാപിതാക്കളും മക്കൾ തമ്മിലൊരു ഉടമ്പടിയുണ്ട്, ഇല്ലേ? എഴുതപ്പെടാത്ത അലിഖിതമായ ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിയെ വിട്ട് അതിനേക്കാൾ ഉയർന്നൊരു ഉടമ്പടിയുണ്ട് ഭർത്താവും ഭാര്യയും തമ്മിൽ. അതിനോട് ഒട്ടിച്ചേരണം. മുമ്പത്തെ ഒരു ഉടമ്പടി വിട്ട് പുതിയൊരു ഉടമ്പടിയിൽ ഒട്ടിച്ചേരണം. അപ്പോൾ ഇത് ഭർത്താവിൻ്റെ ആദ്യ ചുമതല ഭാര്യയെ ബഹുമാനിക്കലാണ്, അവളെ സംരക്ഷിക്കലാണ്, അവളുടെ വാക്ക് കേൾക്കലാണ്. പെൺകോന്തൻ എന്ന് പറയുന്നത് തീർത്തും മോശം പരിപാടിയല്ല. സ്ത്രീകൾ കേൾക്കുന്നത് നല്ല കാര്യമാണ്. അവൻ അവളുടെ വാക്കേ കേൾക്കൂ. അവളുടെ വാക്കല്ലാതെ പിന്നെ ആരുടെ വാക്കാ കേൾക്കേണ്ടത്? കാമുകിയുടെയോ? അവൻ അവൻ്റെ ഭാര്യയുടെ വാക്കേ കേൾക്കൂ. അത് നല്ല ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സ്വത്വബോധം കളയണമെന്നൊന്നല്ല, നമ്മുടെ ഈ അന്തസ്സ് കളയണമെന്നല്ല. പക്ഷേ ആ അന്തസ്സ് പോലും ഭാര്യയുടെ കൂടെ ആയിരിക്കുന്നതിൽ അന്തസ്സായിട്ട് രൂപാന്തരപ്പെടണം. അപ്പോഴാണ് ആ ഉടമ്പടിയുടെ സാഹസം എന്ന് പറയണേ. അങ്ങനെ വരുമ്പോൾ എന്താണ് സാഹസം എന്ന് പറയുന്നത്? ഭാര്യയോട് ഉള്ള സ്നേഹം അത് നിലനിർത്തിക്കൊണ്ട് തന്നെ മാതാപിതാക്കളെ സംരക്ഷിക്കുക. 2 സ്നേഹങ്ങൾ തമ്മിലുള്ള ഒരു പിടിവലിയുണ്ട്, ഒരു പിളർപ്പുണ്ടാക്കുവാണ്. അതാണ് കുരിശ്. 2 സ്നേഹങ്ങൾ നമ്മൾ പിടിച്ചു വലിക്കുമ്പോൾ നമ്മുടെ ശരീരം പിളർന്നു പോകും. ആ സ്നേഹത്തിൻ്റെ പിളർപ്പിനെയാണ് കുരിശ് എന്ന് പറയുന്നത്. അതായത് മാതാപിതാക്കളെ വിട്ടുപേക്ഷിച്ചാലും ഭാര്യയോട് ഒട്ടിച്ചേർന്നാലും മാതാപിതാക്കളെ സംരക്ഷിക്കും വേണം, എന്നാൽ ഭാര്യ അതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കും വേണം. ഇതൊരു സാഹസമാണ്, ഒരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി ഒരു കുരിശാണ്. കാരണം എന്താ? 2 സ്നേഹങ്ങൾ നമ്മൾ പിടിച്ചു വലിക്കുകയാണ്. ഒന്ന് മാതാപിതാക്കളുടെ സ്നേഹം, മറ്റൊന്ന് ഭാര്യയോടുള്ള സ്നേഹം. ഈ 2 സ്നേഹങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുക, ആ പിളർപ്പ് അനുഭവിക്കുക. ആ സ്നേഹത്തിൻ്റെ പിളർപ്പാണ് യഥാർത്ഥ കുരിശ്. ഇത് ദൈവത്തിൻ്റെ കാര്യത്തിലുണ്ട്. നമുക്ക് ഈ ലോകത്തിലെ മനുഷ്യരൊക്കെ സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം. ഞാൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം പറയാം. പള്ളി പോകാൻ സമ്മതിക്കാത്ത ഒരു ഭർത്താവ് ഉണ്ട് നിങ്ങൾക്കെന്ന് കരുതുക. നിങ്ങളെ പള്ളി പോകാൻ സമ്മതിക്കുന്നില്ല, ഭർത്താവ് സമ്മതിക്കുന്നില്ല. നിങ്ങൾക്ക് ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. കർത്താവിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് കർത്താവിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല, ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വല്ലാത്ത ഞായറാഴ്ച നിങ്ങൾ വല്ലാത്തൊരു ഒരു പിളർപ്പ് അനുഭവിക്കുകയാണ്. പള്ളി പോകണം എന്ന് നിങ്ങളുടെ ചിന്ത. ഭർത്താവ് അനുവദിക്കുന്നുമില്ല. ഇങ്ങനെ ഭർത്താവിനെ ഉപേക്ഷിക്കാതെ കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളൊരു പിളർപ്പ് നിങ്ങൾ അനുഭവിക്കുന്നു. അതൊരു കുരിശാണ്. അങ്ങനെ ആ പിളർപ്പിൽ നിന്നും, ആ സ്നേഹത്തിൻ്റെ പിളർപ്പിൽ നിന്നും ജീവജലവും ജീവരക്തവും ഒഴുകുന്നുവെന്നാണ്. അതിലൂടെ ജീവൻ സൃഷ്ടിക്കപ്പെടുന്നുവെന്നാണ്. ഇതാണ് കുരിശ്. ഇത് നമ്മളെല്ലാവരും ചെറിയ തോതിൽ അനുഭവിക്കുന്നവരാണ്. ഈ കുരിശെന്ന് പറഞ്ഞാൽ ക്ലേശം അല്ലെങ്കിൽ ഭാരം, അമിതമായ ഭാരം അല്ല, സ്നേഹത്തിൻ്റെ പിളർപ്പാണ്. അത് ആ സാഹസം ഏറ്റെടുക്കുക, ആ വെല്ലുവിളി ഏറ്റെടുക്കുക, അത് ആസ്വദിക്കുക. ഇതാണ് ഈ പുരുഷൻ മാതാപിതാക്കളെ വിട്ടുപേക്ഷിച്ച് ഭാര്യയോട് ഒട്ടിച്ചേരുമെന്ന് കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം. എത്ര വലിയ കാര്യമാണ് ഈ വിവാഹത്തിൽ നടക്കുന്നത്! എത്ര വലിയ സാഹസമാണ്, വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയെ വെറും കോമഡിയാക്കി രൂപാന്തരപ്പെടുത്താൻ ധ്യാനഗുരുക്കന്മാരോ അല്ലെങ്കിൽ ഈ കോമഡി പരിപാടികൾ മുഴുവൻ ഈ തരത്തിൽ വരുന്നതാണ്. കാരണം എന്താ? കല്യാണത്തെ മോശമായി ചിത്രീകരിക്കുക, ഈ അവിഹിത ബന്ധത്തെ പുകഴ്ത്തി പറയുക, അങ്ങനെ വെല്ലുവിളികളൊന്നുമില്ലാതെ തോന്നിയാസങ്ങൾക്ക് കൂട്ടുനിൽക്കുക. നമ്മളതൊക്കെ ആസ്വദിക്കുന്നുണ്ടാകാം, പക്ഷെ അത് നമ്മൾ പരോക്ഷമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് അത് നമ്മളെയൊക്കെ സ്വാധീനിക്കും. ഇതൊക്കെ ശരിയാണ്, ഒക്കെ ശരിയാണെന്നുള്ള മട്ടിൽ. അവിടെയാണ് നമ്മൾ സുവിശേഷം ശക്തമായിട്ട് പ്രഘോഷിക്കേണ്ടത്.
സുവിശേഷം ശക്തമായിട്ട് പ്രഘോഷിക്കണം. ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ ഈ പാപിനിയായ സ്ത്രീയോട് കർത്താവ് ഇല്ലേ, പാപം ചെയ്ത ആദ്യത്തെ കല്ലെറിയട്ടെ, ഈ സംഭവം നമ്മൾ പറയുമ്പോഴൊക്കെ പലപ്പോഴും വിട്ടുപോകുന്ന അല്ലെങ്കിൽ നമ്മൾ സമർത്ഥിക്കാത്തൊരു സംഗതിയുണ്ട്. എന്താണത്? ഇവളെ രക്ഷിച്ചു കഴിഞ്ഞിട്ട്, പാപിനിയ സ്ത്രീയെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയാണ്, അവളെ കർത്താവ് രക്ഷിച്ചു കഴിഞ്ഞിട്ട് അവളോട് മാത്രമായിട്ട് പറയുന്നുണ്ട്, മേലിൽ പാപം ചെയ്യരുത്, മേലിൽ പാപം ചെയ്യരുത്. എന്തൊരു ശക്തമായ വാക്കാണ്. ഇപ്പം നമുക്ക് ആരെങ്കിലും പാപം ചെയ്ത് ജീവിക്കുന്ന ആളോട് മുഖത്ത് നോക്കിയിട്ട് നീ മേലിൽ പാപം ചെയ്യാതെ ജീവിക്കുന്നു പറഞ്ഞാൽ അത് ഭയങ്കര ഒഫൻസീവാണ്, റൂഡാണ്, ക്രൂരമാണെന്നൊക്കെ പറയും. പക്ഷെ കർത്താവ് അത് പറഞ്ഞു, മേലിൽ നീ പാപം ചെയ്യരുത്, നിന്നെ ഞാൻ രക്ഷിച്ചു, നിനക്ക് ഞാൻ കൃപ നൽകി എന്നുള്ള കാര്യം സത്യമാണ്, കൃപയും കരുണയൊക്കെ ഞാൻ കാണിച്ചു, പക്ഷേ നീ മേലിൽ പാപം ചെയ്യരുത്. അത് നീതിയാണ്, അത് സത്യമാണ്. ഇന്ന് നമുക്ക് എത്ര പേരുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റും നീ ആ പാപം ചെയ്യരുത് എന്ന്? മെത്രാന്മാർക്ക് അച്ഛന്മാരോട് പറയാൻ പറ്റുന്നുണ്ടോ? കുർബാന അവഹേളിക്കുമ്പോൾ പറയാൻ പറ്റുന്നുണ്ടോ? അപ്പൊ സത്യം പറയാൻ, നീതി പറയാൻ മെത്രാന്മാർക്ക് പോലും പറ്റുന്നില്ല, വൈദികർക്ക് പറ്റുന്നില്ല, അൽമാർക്ക് പറ്റുന്നില്ല പലപ്പോഴും. കാരണം എന്താണ്? നമുക്ക് ഈ സാഹസം, വെല്ലുവിളി അത് ഏറ്റെടുക്കാനുള്ള ഒരു ചങ്കുറപ്പ് കുറവുണ്ട്. അത് കിട്ടുന്നത് കർത്താവിനോട് അടുത്തടുത്ത് വരുമ്പോൾ മാത്രമാണ്. കർത്താവിനോട് അടുത്ത് വരുമ്പോൾ കരുണയും നീതിയും സമ്മേളിപ്പിക്കാൻ നമുക്ക് പറ്റും. കർത്താവിനോട് അടുത്തടുത്ത് വരുമ്പോൾ സ്നേഹവും സത്യവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. കർത്താവിൽ നിന്ന് അകന്നാൽ ഇത് രണ്ടും നടക്കില്ല. നമുക്ക് കർത്താവ് പറഞ്ഞ പോലെ പറയാനുള്ള അത്രയും ചങ്കുറപ്പില്ല. എങ്കിലും കർത്താവിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അവൻ്റെ ചങ്കുറപ്പിൽ, നെഞ്ചുറപ്പിൽ ഒരു അല്പം നമുക്ക് കിട്ടും. ഇതിനെയാണ് ആത്മധൈര്യം. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിൽ ഒന്നാണത്, ആത്മധൈര്യം. അതുണ്ടാകണം നമുക്ക് ഈ വിവാഹത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഈ വിവാഹം രണ്ടാളുകൾ തമ്മിലുള്ള ഉടമ്പടി മാത്രമല്ല, ദമ്പതികളുടെ കുടുംബങ്ങളും ഉൾച്ചേരുന്നൊരു ബന്ധമാണ്. രണ്ട് സംസ്കൃതികളാണ് രണ്ട് കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, നമ്മൾ ഓരോ വീട്ടിലും പോയാൽ ഓരോ വീടിന് ഓരോ സംസ്കൃതിയല്ലേ, ഓരോ വീടിന് ഓരോ സംസ്കൃതിയാണ്. ഓരോന്നിനും അതിൻ്റെ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ചേർന്നാൽ വിവാഹമാകില്ല. ആ ദമ്പതികളുടെ കുടുംബങ്ങൾ, അവരുടെ സംസ്കൃതികൾ, അതും കൂടി ചേരുകയാണ്. അതിനാൽ പേര് പ്രേമിച്ചങ്ങ് കല്യാണം കഴിക്കുക എന്നതിലേക്ക് വിവാഹത്തെ ചുരുക്കരുത്. തീർച്ചയായിട്ടും പ്രേമം പ്രണയമൊക്കെ വേണം, പക്ഷേ രണ്ടുപേരെ പ്രേമം അങ്ങ് പൂത്തുലയുന്നതല്ല കല്യാണം. അങ്ങനെ ചുരുക്കിയാൽ വിവാഹം എന്ന ആ വലിയ സംഭവത്തെ വളരെ ചെറുതാക്കി കളയും. പ്രേമം എന്നതായിട്ട് ഒരു ഘടകം മാത്രമാണ്. അത് വിവാഹത്തിലും പ്രേമം വേണം, അത് പിന്നെ പ്രണയമാകണം, പിന്നെ അത് ശരിക്കും സ്നേഹമാകണം. ഇങ്ങനൊരു വലിയ പ്രക്രിയയുണ്ട്. അപ്പോൾ വെറുതെ പ്രേമം എന്നുള്ള പ്രേമിച്ച് കല്യാണം കഴിക്കുക എന്നുള്ള വിവാഹം എന്നുള്ള അതിലേക്ക് ഈ വിവാഹം എന്ന മഹാസംഭവത്തെ, മഹാ ഉടമ്പടിയെ ചുരുക്കിക്കളയരുത്. അങ്ങനെ ചുരുക്കിക്കളയുന്നതിൻ്റെ അർത്ഥം നമുക്ക് പ്രേമം എന്തെന്നോ, പ്രണയം എന്തെന്നോ, സ്നേഹം എന്തെന്നോ, ദാമ്പത്യം എന്തെന്നോ, അതിന് ലക്ഷ്യങ്ങൾ എന്തെന്നോ, അതിന് ദൈവം വെച്ചിരിക്കുന്ന ആ സ്ഥാപനത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു ഉന്നതമായ ലക്ഷ്യം അതെന്തെന്നോ അറിയാത്തത് കൊണ്ടാണ്. കല്യാണം കഴിക്കുക, പിള്ളേരുണ്ടാവുക എന്നുള്ളതല്ല, അതല്ല അതിൻ്റെ ലക്ഷ്യം. അതിന് ഒരുപാടൊക്കെ ഉയർന്ന ലക്ഷ്യങ്ങളുണ്ട്. ദൈവത്തിനൊരു ചെറിയൊരു പദ്ധതിയുണ്ട് നമ്മുടെ കുടുംബത്തെക്കുറിച്ച്. ആ കുടുംബം സ്ഥാപിക്കപ്പെടുന്ന ഒരു വലിയ സംഭവമാണ് വിവാഹം എന്ന് പറയണേ. അതിനെ ഇങ്ങനെ ന്യൂനീകരിച്ച്, തുച്ഛീകരിച്ച് പ്രേമിച്ച് കല്യാണം കഴിക്കുക എന്നൊന്നും പറയരുത്. അങ്ങനെ ചിലരൊക്കെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ ആഴമേറിയ സംഗതികൾ മനസ്സിലാക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ വേദിയിൽ പറയാൻ പറ്റാഞ്ഞിട്ടോ ആയിരിക്കാം. ഈ സത്യദൈവത്തെ തിരിച്ചറിഞ്ഞവർ, അവൻ്റെ കൂദാശകൾ സ്വീകരിച്ച് അവനോട് ഒന്നായവർ, ആ ദൈവൈക്യം അഥവാ വിശ്വാസം, സത്യവിശ്വാസം, ഈ ദൈവവുമായുള്ള ഐക്യമാണ് സത്യവിശ്വാസം. അത് ഉപേക്ഷിച്ചിട്ട് കല്യാണത്തിന് വേണ്ടി അത് ഉപേക്ഷിക്കുന്നത് വലിയ സങ്കടമുളവാക്കുന്ന കാര്യമാണ്. ഞാനൊന്ന് ആവർത്തിക്കുകയാണ്. അതായത് സത്യദൈവത്തെ തിരിച്ചറിഞ്ഞവർ, അവൻ്റെ കൂദാശകൾ സ്വീകരിച്ച് അവനോട് ഐക്യപ്പെട്ടവർ, അതായത് ആ ദൈവൈക്യം എന്ന് പറഞ്ഞ സത്യവിശ്വാസത്തിൽ ജീവിക്കുന്നവർ, അത് ഉപേക്ഷിച്ചിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ വിശ്വാസം ഇല്ലാത്തവരുമായിട്ട് ഒന്നാകുന്നത് സത്യദൈവത്തെ വിവാഹമോചനത്തിൽ ഉപേക്ഷിച്ചിട്ട് ഒരു പര സ്ത്രീ ബന്ധത്തിലേക്കോ പരപുരുഷ ബന്ധത്തിലേക്ക് പോകുന്നത് പോലെയാണ്. ഇതുകൊണ്ടാണ് ബൈബിളിൽ വിഗ്രഹാരാധനയും വ്യഭിചാരവും ഒരുപോലെ കാണുന്നത്. സത്യദൈവത്തെ ഉപേക്ഷിച്ച് പോകുന്നത് വിഗ്രഹാരാധനയാണെങ്കിൽ അത് വ്യഭിചാരവുമാണ്. കാരണം ഈ ക്രൈസ്തവ ദാമ്പത്യത്തിൽ ദൈവം ഒരു പങ്കാളിയാണ്. ദൈവത്തിൻ്റെ ദാമ്പത്യ ബന്ധത്തിലേക്കാണ്
ദൈവത്തിൻ്റെ ദാമ്പത്യ ബന്ധത്തിലേക്കാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു സ്നേഹത്തിൻ്റെ 4 നീർച്ചാലുകൾ. അതിലൊന്നാണ് ദൈവത്തിൻ്റെ ഈറോസ്, ദൈവത്തിൻ്റെ ഇറോട്ടിക് സ്നേഹം. ആ ദൈവത്തിൻ്റെ ദാമ്പത്യ ബന്ധത്തിലേക്കാണ് ക്രിസ്ത്യാനികളായ സ്ത്രീയും പുരുഷനും പ്രവേശിക്കുന്നത്, ദൈവത്തിൻ്റെ ദാമ്പത്യ ബന്ധത്തിലേക്ക്. ആ ദൈവത്തെ തിരിച്ചറിയാത്ത ഒരാളുമായിട്ട് കല്യാണം കഴിച്ചാൽ, മുസ്ലിമോ ഹിന്ദുവോ ആരുമാകട്ടെ, അവിടെ സത്യദൈവത്തെ ഉപേക്ഷിക്കുക എന്നുള്ള വലിയ പാപമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ 2 പേരുടെ സ്നേഹം മാത്രമല്ല ദാമ്പത്യത്തിലുള്ളത്, അവരുടെ വിശ്വാസം കൂടിയാണ്. അപ്പോൾ നമ്മൾ പ്രേമിക്കാനായിട്ടൊരു കാരണം വേണ്ടേ? പ്രേമിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമല്ലോ. കാരണം ചിലപ്പോൾ സൗന്ദര്യമാകാം, സമ്പത്താകാം, അല്ലെങ്കിൽ പൗരുഷമാകാം, സ്ത്രൈണതയാകാം, അല്ലെങ്കിൽ സ്വരമാകാം, പാട്ടാകാം, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രേമിക്കാനുള്ള ഘടകങ്ങളിൽ എന്തുകൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞ സത്യവിശ്വാസം കടന്നു വരുന്നില്ല എന്ന ചോദ്യം ഉദിക്കുന്നു. അല്ലേ? ഞാൻ പ്രേമിക്കുന്ന പെണ്ണിന് സൗന്ദര്യം വേണം, അവൾക്ക് സത്യവിശ്വാസം വേണമെന്ന കണ്ടീഷൻ വെക്കാത്തത് എന്തുകൊണ്ട്? ഞാൻ പ്രേമിക്കുന്ന പുരുഷന് ഇല്ലേ, അവന് പൗരുഷം വേണം, അവന് സത്യദൈവത്തിൽ വിശ്വാസം വേണം എന്ന വ്യവസ്ഥ വെക്കാത്തത് എന്തുകൊണ്ട്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതെല്ലാം നമ്മുടെ കാറ്റഗറിസം ക്ലാസ്സുകളിലും കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ മതബോധനം സമൂലം പരിഷ്കരിക്കേണ്ടതുണ്ട്. സമൂലം പരിഷ്കരിക്കുന്നതോടൊപ്പം ഈ നല്ല ക്വാളിറ്റിയുള്ള അധ്യാപകരെ ക്രിയേറ്റ് ചെയ്യണം. ഈ നല്ല ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായതുകൊണ്ട് പഠനം നടക്കില്ല. ക്വാളിറ്റിയുള്ള മതാധ്യാപകരുണ്ടാകണം. അതിപ്പോൾ ശ്രമിച്ചാലാണ് ഒരു 4-5 വർഷം കഴിയുമ്പോഴേക്കും കിട്ടുക. ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് വിലപിച്ചിട്ട് കാര്യമില്ല, ശ്രമിക്കുക, കിട്ടും. അപ്പോൾ സൗന്ദര്യം, പൗരുഷം, സാമ്പത്തിക സ്ഥിതി ഇല്ലേ, തലമുറയുടെ കുടുംബത്തിൻ്റെ തറവാടിൻ്റെ മഹത്വം, ഇതൊക്കെ പറയുന്ന കൂട്ടത്തിൽ സ്വഭാവ ദൃഢത ഇല്ലേ, വിശ്വസ്തത, കൂറ്, ഇതൊക്കെ പറയുന്ന കൂട്ടത്തിൽ സത്യവിശ്വാസം എന്ന ഘടകം കൂടി ഉൾപ്പെടുത്താനായിട്ട് നമ്മുടെ യുവാക്കൾക്ക് പരിശീലനം കൊടുക്കണം. നമ്മുടെ ഈ വിവാഹത്തിന് ഒരുക്കമായ ക്ലാസ്സുകളിലും എനിക്ക് തോന്നുന്നു ഒരുപാട് പോരായ്മകളുണ്ട്. അതൊക്കെ തിരുത്തേണ്ടതുണ്ട്. എങ്കിൽ നമ്മുടെ സമുദായത്തിൻ്റെ പ്രശ്നങ്ങളും സത്യവിശ്വാസത്തിൻ്റെ കാര്യങ്ങളും നമ്മുടെ ക്ലാസ്സുകളിൽ വരണം. നമ്മൾ വെറുതെ മതേതരത്വവും ജനാധിപത്യം മാത്രം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. പിന്നെ ഇല്ലേ, പ്രേമം ഒരുപാട് സർവ്വസാധാരണമായിരിക്കുകയാണ്. പ്രേമം ഒരു പ്രണയത്തിൻ്റെ ആരംഭം മാത്രമേ ആകുന്നുള്ളൂ. പ്രണയത്തിൻ്റെ പ്രക്രിയ നീണ്ടു കിടക്കുകയാണ്. അത് അഗാപ്പെ എന്ന ദൈവസ്നേഹത്തിൽ എത്തിയാലേ ഇത് കയ്പല്ലാതെ മാറൂ. അത് ആസ്വാദ്യമാകണമെങ്കിൽ, പ്രേമം കയ്പാകാതിരിക്കണമെങ്കിൽ, ബിറ്റർനെസ് ആകാതിരിക്കണമെങ്കിൽ, പ്രേമം പ്രണയമൊക്കെ അഗാപ്പെ എന്ന് പറഞ്ഞ ദൈവസ്നേഹം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടണം. അഗാപ്പെ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹം അതൊരു തീരുമാനമാണ്. ഇല്ലേ, ഏതറ്റം വരെയും പോയാലും ഞാൻ സ്നേഹിക്കുമെന്ന തീരുമാനം, അത് ദൈവകൃപയാണ്. ആ കൃപ കൊണ്ട് മറ്റെല്ലാ സ്നേഹങ്ങളെയും ശുദ്ധീകരിച്ചില്ലെങ്കിൽ കായൻ ആബേലിനെ കൊന്ന പോലെ സംഭവിക്കും. ഇപ്പം നമ്മുടെ നാട്ടിലെ കൊലപാതകങ്ങളുടെ പരമ്പരയാണ് ഇല്ലേ. എന്തുമാത്രം കൊലപാതകങ്ങളാണ് ഒരു ദിവസം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? നമുക്ക് പത്രം വായിക്കപ്പോൾ പേടിയാണ്. എന്താ കാര്യം? ദൈവസ്നേഹത്തെ നമ്മൾ മാറ്റിക്കളഞ്ഞു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറ്റിക്കളഞ്ഞു, മറ്റുള്ളവരും മതേതരത്തിൻ്റെ പേരിൽ അത് ക്രിസ്ത്യാനികളും മാറ്റിക്കളഞ്ഞു. മറ്റു പലരും പിന്നെ കൊലപാതകത്തിന് ഒരു മടിയില്ലാത്തവരാണ്. സമാധാന മതക്കാരൊക്കെ ഒരു മടിയില്ലാത്തവരാണ്. കാരണം എന്താണ്? അവർക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്, കൊലപാതകമാണ്. സമാധാനം ഇഷ്ടപ്പെടാത്തവരൊക്കെ കൊന്നുകളയാന്നുള്ളതാണ് അവരുടെ സമാധാനം. അപ്പോൾ പിന്നെ എങ്ങനെ സമാധാനം ഉണ്ടാകും? നമ്മുടെ നല്ലത് കുറവാണെന്ന് വിചാരിച്ചിരുന്നേ, പക്ഷെ അങ്ങനെയല്ല. ഇതിൻ്റെ വിത്തുകളൊക്കെ എല്ലാവരുടെയും കിടക്കുകയാണ്. അതേസമയം വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പ്രേമം, പ്രണയം അത് തീരെ നിരസിക്കുന്ന ആ ചില കുടുംബങ്ങളിൽ അപ്പൻ്റെയും അമ്മയുടെയും ഇല്ലേ ഇഷ്ടം അടിച്ചേൽപ്പിക്കും മക്കളുടെ മേലെ. അപ്പൻ്റെയും അമ്മയുടെയും ഇഷ്ടം അടിച്ചേൽപ്പിക്കും. അപ്പോൾ മക്കളുടെ ഇഷ്ടത്തിന് യാതൊരു ഒരു പ്രസക്തിയിലുണ്ടാവും. അതും ശരിയല്ല. കാരണം ഈ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഇഷ്ടം നോക്കാതെ കുടുംബത്തിൻ്റെ അന്തസ്സ്, തറവാടിൻ്റെ മഹത്വം, സാമ്പത്തിക സ്ഥിതി, അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി മാത്രം കല്യാണം കഴിച്ചാൽ അത് ഈ ചെറുക്കനും പെണ്ണിനും അവരാണല്ലോ ഒരുമിച്ച് ജീവിക്കേണ്ടത്. അപ്പോൾ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും പരിഗണിക്കണ്ടേ? അപ്പോൾ ഇതിനകത്തൊരു സന്തുലിതാവസ്ഥ, മാതാപിതാക്കളുടെ ഇല്ലേ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഈ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും താല്പര്യങ്ങൾ. തീർച്ചയായിട്ടും അവരുടെ പ്രായം ഇല്ലേ, മാതാപിതാക്കൾ പ്രായം കുറഞ്ഞതുകൊണ്ട് അനുഭവ സമ്പത്ത് കുറവായിരിക്കാം. അതുകൊണ്ട് അവരുടെ എടുത്തുചാട്ടമുണ്ടാകാം, അവർ കാര്യങ്ങൾ മനസ്സിലാക്കാതെ വരാം. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തണം. അതേസമയം മാതാപിതാക്കൾ ഇഷ്ടം അടിച്ചേൽപ്പിക്കുന്നതും തെറ്റായ പ്രവണതയാണ്. ഇത് രണ്ടിനിടയിലുള്ള ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പോട്ടെ,
അപ്പോൾ പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരുമെന്ന പോയിന്റാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് കർത്താവ് പറയും, അവർ ഒറ്റ ദേഹമായി തീരും. അവർ ഒറ്റ ദേഹമായി തീരും. ഭാര്യയും ഭർത്താവും ചേർന്ന് ഒരൊറ്റ ഉണ്മയാകും, ഒരൊറ്റ സ്വത്വമാകുമെന്നാണ് പറയണേ. ഞാൻ ഇപ്പം നമ്മൾ ഈ വിവാഹം ഈ കുർബാന പോലെ തന്നെ കൂതാശയാണ് അല്ലേ, കൂതാശയാണ്. ഈ കുർബാനയിൽ എന്താണ് സംഭവിക്കുന്നത്? ലത്തീൻ ദൈവശാസ്ത്രം അനുസരിച്ച് ട്രാൻസബ്സ്റ്റാൻസിയേഷൻ, സത്തയ്ക്ക് അതീത ഒരു മാറ്റം. അതായത് അപ്പമായി തോന്നുന്നെങ്കിലും അത് കർത്താവിന് ശരീരമായി മാറുന്നു. വീഞ്ഞായി തോന്നുന്നെങ്കിലും അത് സത്തയ്ക്ക് അതീതമായ ഒരു മാറ്റം സംഭവിച്ചത് കർത്താവിൻ്റെ രക്തമായി മാറുന്നു. പ്രത്യക്ഷത്തിൽ കാണുന്നതല്ല യാഥാർത്ഥ്യം, പ്രത്യക്ഷത്തിൽ കാണുന്നതല്ല യാഥാർത്ഥ്യം. ഇത് കൂതാശയിൽ കുർബാനയിൽ സംഭവിക്കുന്നു. വിവാഹം എന്ന കൂതാശയാണെങ്കിൽ വിവാഹത്തിലും ഒരു ട്രാൻസബ്സ്റ്റാൻസിയേഷൻ നടക്കുന്നുണ്ട്. എന്താണത്? പ്രത്യക്ഷത്തിൽ രണ്ടാണ് ഈ ഭാര്യയും ഭർത്താവുമെങ്കിലും യാഥാർത്ഥ്യത്തിൽ ഉണ്മയിൽ അവരൊന്നാണ്, സ്വത്വത്തിൽ അവരൊന്നാണ്, സ്വത്വം, ഉണ്മ. അപ്പോൾ ഒരു തരം ട്രാൻസബ്സ്റ്റാൻസിയേഷൻ നടക്കുന്നുണ്ട് വിവാഹത്തിൽ. ഈ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനായി ഒരു കുടുംബത്തിന് രൂപം കൊടുക്കുകയാണ് ഈ സ്ത്രീയും പുരുഷനും വിവാഹത്തിലൂടെ. അപ്പോൾ അവർ ഒറ്റ ദേഹമായി തീരുന്നു. ആ ദേഹമായി തീരുന്ന പ്രക്രിയയാണ് ലൈംഗികമായിട്ടുള്ള ബന്ധപ്പെടൽ. അത് പക്ഷേ ഒരു നിമിഷ നേരത്തേക്കോ കുറച്ച് നേരത്തേക്കോ ഉള്ളതല്ല. അതിൻ്റെ ഇഫക്റ്റിൽ ജീവിക്കുക എന്നുള്ളതാണ്, അതിൻ്റെ ഇഫക്റ്റിൽ ജീവിക്കുന്നുള്ളതാണ് ഈ സ്ത്രീകൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരൊറ്റ ദേഹമായി തീരുന്ന പ്രക്രിയയുടെ മഹാത്ഭുതം, വിസ്മയം, സ്നേഹത്തിൻ്റെ വിസ്മയം, പ്രണയത്തിൻ്റെ വിസ്മയം അവിടെയാണ്. അതായത് ലൈംഗിക സംയോഗം എന്ന് പറയുന്നത് വെറും ഒരു ശാരീരിക വേഴ്ചയല്ല. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വെറും ശാരീരിക വേഴ്ചയാണെങ്കിൽ വേശ്യാവൃത്തിയായി മാറും. അത് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പ്രണയമാകില്ല. ഭർത്താവും ഭാര്യയുമായുള്ള ഒരു പ്രണയമാണ്. ആ പ്രണയം സാക്ഷാത്കരിക്കുന്നതാണ് ഈ ലൈംഗിക സംയോഗമെങ്കിൽ അതിൻ്റെ ഇഫക്റ്റിൽ ജീവിക്കുക. അങ്ങനെ ഇഫക്റ്റിൽ ജീവിക്കുമ്പോഴാണ് അവർ ഒറ്റ ദേഹമായി തീരുമെന്നത് ശരിക്കും സംഭവിക്കുക. ഈ ഒരൊറ്റ മാംസമായി തീർന്നതിന് കീറി മുറിക്കുകയാണ് വിവാഹമോചനത്തിലൂടെ. ഇപ്പം കൊച്ചു കൊച്ചു കാരണങ്ങൾക്ക് പോലും വിവാഹമോചനമാണ്. ഗൗരവമായ കാര്യങ്ങൾക്ക് വിവാഹമോചനം ആവശ്യമായി വരാം, ഇല്ലെന്നും ഞാൻ പറഞ്ഞില്ല. അതിന് അതിൻ്റെതായ വ്യവസ്ഥകളുണ്ട്. ഒരൊറ്റ മാംസമായി തീർന്നതിനെ കീറി മുറിക്കുകയാണ് വിവാഹമോചനം. അത് മനുഷ്യവംശത്തിന് വരുത്തി വെക്കുന്ന ദോഷം ചെറുതല്ല. മനുഷ്യത്വം എന്ന നിധി വരും തലമുറകൾക്ക്, അത് മക്കൾക്ക് കൈമാറാൻ കുടുംബ ഭദ്രതയുള്ള ഒരു സംസ്കൃതിക്കേ സാധിക്കൂ. കുടുംബം ഛിന്ന ഭിന്നമായാൽ, അതായത് ഈ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഫ്രീ സെക്സ് അനുവദിച്ചാൽ കുടുംബം ഉണ്ടാകില്ല. കുടുംബ ഭദ്രത ഇല്ലെങ്കിൽ പിന്നെ ഈ മനുഷ്യത്വം എന്ന നിധി കൈമാറാൻ കഴിയില്ല. ഇപ്പം എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു മുഴുവൻ കൊലപാതകങ്ങളാണ്, ആസിഡ് ഒഴിക്കൽ, കൊലപാതകങ്ങൾ എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ ബലാത്സംഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? ഈ പറഞ്ഞ കുടുംബ ഭദ്രതയ്ക്കാണ്, അതിൻ്റെ കടയ്ക്കാണ് കത്തിവെച്ചിരിക്കുന്നത്. ഈ എന്താണ് പുരോഗമനവാദം എന്ന് പറഞ്ഞിട്ട് മതങ്ങളെ മോശമായി ചിത്രീകരിച്ചിട്ട് മനുഷ്യത്വത്തിൻ്റെ ഉയർന്ന മൂല്യങ്ങൾ മുഴുവൻ മോശമാണ് അവതരിപ്പിച്ചിട്ട് സമുദായത്തിൻ്റെ സമ്മർദ്ദം എന്നുള്ള അതൊക്കെ മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും സമ്മർദ്ദം എന്ന് വരുത്തി തീർത്തിട്ട് സകല മൂല്യങ്ങളെയും പിഴുതെറിഞ്ഞു. അപ്പോൾ കൊലപാതകവും ബലാത്സംഗവും അങ്ങനെ സംഗതി കൂടിക്കൊണ്ടിരിക്കും. ഈ യഥാർത്ഥ മതം, ക്രിസ്തുധർമ്മം പോലുള്ള യഥാർത്ഥ മതം ഉന്നതമായ മൂല്യങ്ങൾ വേണമെന്ന് വാശി പിടിക്കുന്നതിന് കാരണം ഈ മനുഷ്യത്വം എന്ന നിധി അത് പോകാതിരിക്കാൻ വേണ്ടിയാണ്. സമുദായം ഛിന്ന ഭിന്നമാകാതിരിക്കാൻ വേണ്ടിയാണ്. സമുദായം ഛിന്ന ഭിന്നമാകാതിരിക്കണമെങ്കിൽ കുടുംബ ഭദ്രത ഉണ്ടാകണം. കുടുംബ ഭദ്രത ഉണ്ടാകണമെങ്കിൽ വിവാഹമോചനം പരമാവധി കുറയണം. അത് കുറയണമെങ്കിൽ ഈ അവിശ്വസ്തത എന്ന് പറയുന്ന വലിയ പാപം ഇല്ലാതാകണം. ഇതാണ് വാസ്തവത്തിൽ ഈ ദൈവം ഓരോരുത്തരും ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നത്. സ്വന്തം സുഖവും സന്തോഷവും മാത്രമല്ല വിവാഹത്തിൻ്റെ ലക്ഷ്യം. മനുഷ്യവംശം എന്ന നിധി സംരക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് സ്ത്രീക്കും പുരുഷനും കർത്താവ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് ഒരു മാംസമായി തീരുക. അതിൻ്റെ ഒരു പ്രക്രിയ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഈ ലൈംഗിക സംയോഗം? ഒരു മാംസമായി തീരുന്ന വളരെ പ്രധാനപ്പെട്ട രഹസ്യാത്മകത നിറഞ്ഞതും വിസ്മയം തുളുമ്പുന്നതുമായി ദൈവം നൽകിയിരിക്കുന്ന സംഗതിയാണത്. പക്ഷെ അത് ഗുണമേന്മയുള്ളതായിട്ട് മാറണമെങ്കിൽ, അതായത് ഏക ശരീരമായി തീരുന്ന പ്രക്രിയയായിട്ട് മാറണമെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. കൗതാശികമായിട്ട് ഒരു ദിവസമാണ് കല്യാണത്തിന്. പക്ഷേ ഒരേ വീട്ടിൽ താമസിക്കുക, ഭർത്താവ് വിദേശത്തും ഭാര്യ നാട്ടിലും
അത് കുറച്ച് നാളത്തേക്കൊക്കെ മാറി നിൽക്കുന്നത് വലിയ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ പണം സമ്പാദിക്കാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ ഭർത്താവ് വിദേശത്തും ഭാര്യ നാട്ടിലും, അല്ലെങ്കിൽ ഭാര്യ വിദേശത്തും ഭർത്താവ് നാട്ടിലും. അപ്പോൾ ഈ ഏക ദേഹമായി തീരുന്ന പ്രക്രിയ അവിടെ നടക്കുന്നില്ല. പരസ്പരം ശ്രവിക്കുക, കേൾക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക, ചർച്ച ചെയ്യുക, തീരുമാനങ്ങൾ ഒന്നിച്ചെടുക്കുക, തെറ്റുകൾ പരസ്പരം ക്ഷമിക്കുക, പിന്നെ ഓരോരുത്തർക്കും വേറെ ബന്ധങ്ങൾ ഇല്ലാതിരിക്കുക, മക്കളെ ജനിപ്പിക്കുന്നതിൽ സാഹസം ഒന്നിച്ചെടുക്കുക, അവരെ വളർത്തുന്നതിൻ്റെ ഉത്തരവാദിത്തം പങ്കിട്ടെടുക്കുക, സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കുക, അച്ചടക്കം പാലിക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് ഈ പക്വതയുള്ള ബന്ധമുണ്ടാകുക. സാവകാശമാണ് പക്വത ഉണ്ടാകുള്ളെന്ന കാര്യം സത്യം തിരിച്ചറിയുകയും ചെയ്യുക. അപ്പോൾ ഏക ശരീരമായി തീരുന്ന ഒരു പ്രക്രിയയാണ് കൗതാശികമായിട്ട് കല്യാണത്തിൻ്റെ അന്ന് സംഭവിച്ചാൽ പോലും. ഹീബ്രുവിൽ അവർ ഒറ്റ ദേഹമായി തീരുമെന്നാണ്. ഹീബ്രുവിൽ അവർ ഒറ്റ ദേഹമായി തീരും. സെപ്തുജിന്ത് ഗ്രീക്കിൽ, അതാണ് ആദിമസഭയുടെ ബൈബിള്, സെപ്തുജിന്ത് ബൈബിളിൽ അവർ രണ്ടുപേരും ഒറ്റ ദേഹമായി തീരുമെന്നാണ്. അവർ ഒറ്റ ദേഹമായി തീരും എന്നാണ് ഹീബ്രുവിൽ. രണ്ടുപേരും എന്ന വാക്ക് ഹീബ്രുവിലില്ല. ഗ്രീക്ക് ബൈബിളിൽ, അതായത് സെപ്തുജിന്ത് പരിഭാഷ, അതാണ് ആദിമസഭയുടെ ബൈബിള്, അതിൽ അവർ രണ്ടുപേരും ഒറ്റ ദേഹമായി തീരുമെന്നാണ്. വിവാഹത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ യേശു ഈ ഗ്രീക്ക് പാഠമാണ്, ഹീബ്രു മൂലകൃതി അല്ല, ഗ്രീക്ക് പാഠമാണ് ഉപയോഗിക്കുന്നത്. മത്തായി 19:4 ഈ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ ബൈബിൾ പറയുന്ന മറ്റൊരു വാചകമാണ്, നഗ്നരായിരുന്നെങ്കിലും ലജ്ജ തോന്നിയില്ല. ആദ്യ പുരുഷനും ആദ്യ സ്ത്രീയും നഗ്നരായിരുന്നെങ്കിലും ലജ്ജ തോന്നിയില്ല. ആദാമിനെയും ഹവ്വയുടെയും മൗലിക വരപ്രസാദാവസ്ഥയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ ജനിപ്പിക്കപ്പെട്ട വരപ്രസാദാവസ്ഥ, ദൈവിക ജീവൻ. ഈ ഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൽ പാപം ഏശിയിട്ടില്ല, അവർ പാപം ചെയ്തിട്ടില്ല. അതിനാൽ തന്നെ അവരുടെ ലൈംഗിക മോഹം, ലൈംഗിക തൃഷ്ണ അവരുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അതായത് അനിയന്ത്രിതമായ കാമാസക്തി അവരിലില്ല. അതുകൊണ്ട് മറ്റാൾ നഗ്നനാണോ ഇവൾ നഗ്നയാണോ അതൊന്നും അവർ ഏശിയിട്ടില്ല. കാരണം അവർ അവികലമായ വരപ്രസാദ അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് നഗ്നരായിരുന്നെങ്കിലും ലജ്ജ തോന്നിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറെ ചില അർത്ഥങ്ങളുണ്ടാകാം. ലജ്ജ എന്നതിന് നമ്മൾ അസ്ഥി മാംസം എന്നതിന് പറഞ്ഞതുപോലെ ലജ്ജ എന്നതിന് ബലഹീനത, നിസ്സഹായാവസ്ഥ എന്നിങ്ങനെ അർത്ഥം വരാം. അതായത് ഭാര്യയുടെ ബലഹീനത മുതലെടുക്കാൻ ഭർത്താവോ, ഭർത്താവിൻ്റെ ബലഹീനത മുതലെടുക്കാൻ ഭാര്യയോ ശ്രമിച്ചില്ല, പരസ്പരം ചൂഷണം ചെയ്യാൻ ശ്രമിച്ചില്ല എന്നർത്ഥം വരാം. പിന്നെ ബൈബിളിൽ ഈ നഗ്നത വാക്കിനുള്ളിൽ ഒരു രഹസ്യാത്മകത ഒളിപ്പിച്ചിട്ടുണ്ട്. നഗ്നത എന്ന വാക്കിനുള്ളിൽ ഒരു രഹസ്യാത്മകത. അടുത്ത വാക്യത്തിൽ, അതായത് ഉൽപ്പത്തി 3:1 സർപ്പത്തിൻ്റെ ജന്മസ്വഭാവം കൗശലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൗശലം, സർപ്പത്തിൻ്റെ ജന്മസ്വഭാവമാണ് കൗശലം. ദൈവം സൃഷ്ടിച്ച എല്ലാ വന്യജീവികളും വെച്ച് ഏറ്റവും കൗശലമേറിയതായിരുന്നു ഈ സർപ്പം എന്ന് പറഞ്ഞ പാമ്പ്. അപ്പോൾ ജന്മസ്വഭാവമാണ് പാമ്പിൻ്റെ കൗശലം എന്ന് പറഞ്ഞത്. ഈ കൗശലം എന്നതിനുള്ള ഹീബ്രു വാക്ക് അറും എന്നാണ്. അറും, കൗശലം. നഗ്നത എന്നുള്ള ഹെബ്രായ പദം അറുമിം എന്നാണ്. അറും കൗശലം, അറുമിം എന്ന് പറയാം നഗ്നത. അപ്പോൾ രണ്ടും തമ്മിൽ കുറച്ച് സാമ്യമുണ്ട്. അറും അറുമിം. ഈ കൗശലത്തിലൂടെ പ്രത്യക്ഷപ്പെടുന്ന പ്രലോഭനീയത ഇല്ലേ, പ്രലോഭിപ്പിക്കാനുള്ള ടെൻഡൻസി, വഴിതെറ്റാനുള്ള സാധ്യത, അത് ഈ നഗ്നത എന്ന വാക്കിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. കൗശലത്തിലൂടെ പ്രത്യക്ഷപ്പെടുന്നതാണ് പ്രലോഭനം. കൗശലത്തിലൂടെ പ്രത്യക്ഷപ്പെടുന്നതാണ് ഈ വ്യതിചലിക്കാനുള്ള സാധ്യത. എല്ലാം കൗശലമാണ്. അപ്പോൾ നഗ്നത ഒരു കൗശലമായി തീരാം. നഗ്നത ഒരു കൗശലമായി തീരാം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാലോ. നഗ്നത ഒരു കൗശലമായിട്ട് ഉപയോഗിച്ച് മറ്റുള്ളവരെ നശിപ്പിക്കുക. എൻ്റെ ശരീരം എനിക്ക് ഇഷ്ടമുള്ളത് ധരിക്കും, ഞാൻ ധരിക്കാതിരിക്കും, ഉടുക്കാതിരിക്കും എന്നെല്ലാം സ്ത്രീകൾ അവരുടെ അവകാശത്തെക്കുറിച്ച് പറയുന്നു. തീർച്ചയായിട്ടും അതിന് അവർക്ക് ആ സ്വാതന്ത്ര്യമുണ്ട് ഇല്ലേ. തുണി ഉടുത്തോ ഉടുക്കാതെയോ മുഖഭാഗം കാണിച്ചോ ഒക്കെ നടക്കാനുള്ള, എൻ്റെ ശരീരമാണ്, എനിക്ക് തോന്നുള്ളത് ചെയ്യും എന്ന് പറയാൻ സ്ത്രീക്ക് അവകാശമുണ്ടെന്ന് തന്നെ കരുതുക. അവർ സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ ആ സമൂഹത്തിലുള്ളവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിന്റെ വസ്ത്രധാരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ലേ? എനിക്ക് ഉടുക്കാതിരിക്കാനോ പകുതി ഉടുത്തോ നടക്കാൻ അവകാശമുണ്ടെന്ന് പറയുന്ന സ്ത്രീകൾ ഓർക്കേണ്ടത്, നിങ്ങൾ ഉടുത്തിരിക്കുന്നത് ശരിയല്ല, ഉടുത്തിരിക്കുന്ന രീതി ശരിയല്ല എന്ന് പറയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? അതുകൊണ്ട് ആ അവകാശം ഞങ്ങൾ അടിയറ വെച്ചിട്ടുണ്ടോ? നിങ്ങൾ നഗ്നരാണ് എന്ന് പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് നഗ്നരായി നടക്കാൻ അവകാശമുണ്ടെങ്കിൽ നിങ്ങൾ നഗ്നരാണെന്ന് പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ എന്തിനാ എന്നെ നോക്കണമെന്ന് പറയാൻ പറ്റുമോ? അന്ന് നിങ്ങൾ മറ പിടിച്ച് നടക്കൂ, അല്ലെങ്കിൽ മായാവിയായിട്ട് നടക്കൂ.
ഈ എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശരി തന്നെ. നിങ്ങൾ തനിച്ചാണ് താമസിക്കുന്നെങ്കിൽ, സമൂഹത്തിൽ ഇറങ്ങുന്നെങ്കിൽ മറ്റുള്ളവരുടെ വികാരങ്ങളെയും കൂടി മാനിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ പരിപ്രേക്ഷത്തിൽ കാര്യങ്ങൾ കാണാൻ പഠിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും അമ്പലത്തിലോ മോസ്കിലോ പള്ളിയിലോ പോകുമ്പോൾ അടുക്കും ചിട്ടയുമുള്ള വസ്ത്രം തന്നെ ധരിക്കണം. അവിടെ സകല ശ്രദ്ധാകേന്ദ്രവും നിങ്ങളുടെ നഗ്നതയാകാൻ പാടില്ല. അവിടെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പോകുന്നവരുടെ അട്രാക്ഷൻ നിങ്ങളിലേക്ക് ആകാൻ പാടില്ല. അതിനുള്ള അടക്കവും ഒതുക്കും ഒക്കെ ഉണ്ടാകണം, പ്രത്യേകിച്ചും ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന ഇടങ്ങളിൽ. പിന്നെ രണ്ടുപേരും കൂടി തെറ്റ് ചെയ്തിട്ട് ഒരാളെ മാത്രം ക്രൂശിക്കുന്ന ആ രീതി, അതാണ് ഈ നഗ്നതയുടെ കൗശലം. അത് ബൈബിൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. സർപ്പത്തിന്റെ രീതിയാണ് നഗ്നതയുടെ കൗശലം. പിശാചിന്റെ രീതിയാണത്, പൈശാചിക രീതിയാണ്. അതിനാൽ ഈ നഗ്നതയെ ചൂഷണം ചെയ്യാതെ ജീവിക്കണമെങ്കിൽ അതിൽ നഗ്നത കൗശലമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. നഗ്നതയെ ചൂഷണം ചെയ്യാതിരിക്കണമെങ്കിൽ നഗ്നതയെ കൗശലമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും സ്ത്രീകൾ അവകാശങ്ങളെക്കുറിച്ച് വളരെ ബോധവാന്മാരാകേണ്ട ഒരു അവസ്ഥയുണ്ട്. പുരുഷന്മാർ സ്ത്രീകളെ ആക്രമിക്കുന്ന രീതി അല്ലെങ്കിൽ അവർ നോക്കുന്ന രീതിയിൽ ഒരുപാട് മാറ്റം വരേണ്ടതുണ്ട്. പക്ഷെ അതേസമയം തന്നെ മറുവശത്തും ചില കാര്യങ്ങളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ചുരുക്കത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് നന്മയ്ക്കായിട്ട് ഭവിക്കും. കാരണം നമുക്കൊരു ബോധം ഉണ്ടാക്കാൻ ഇതൊക്കെ നല്ലതാണ്. പക്ഷെ അതേസമയം നഗ്നതയെ കൗശലമാക്കിയിട്ട് മറ്റുള്ളവർ കെണിയിൽപ്പെടുത്തുക, എന്നിട്ട് ഒരു കൂട്ടർ മാത്രം അതിൻ്റെ സഹിക്കേണ്ടി വരിക, ശിക്ഷ അനുഭവിക്കേണ്ടി വരിക, അത് നഗ്നതയെ കൗശലമായിട്ട് ഉപയോഗിക്കുന്ന സർപ്പത്തിൻ്റെ പിശാചിൻ്റെ രീതിയാണ്. അത് നമ്മൾ ആരും അവലംബിക്കാതിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.